എത്യോപ്യയിലെ വിമാന ദുരന്തത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെയാണ് അന്വേഷണം. 4 ഇന്ത്യക്കാരടക്കം 157 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. കാഴ്ചക്കുറവോ പ്രതികൂല കാലാവസ്ഥയോ എത്യോപ്യൻ വിമാനത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് എയർ ട്രാഫിക് കൺട്രോൾ നൽകുന്ന വിവരം. പറന്നുയർന്നുടൻ വിമാനത്തിന്റെ വേഗതയിൽ വ്യതിചലനമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലെത്താൻ കഴിയൂ. ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 4 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ കൺസൾട്ടന്റായ ശിഖാഗറാണ് മരിച്ചവരിൽ ഒരാൾ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾക്കായി എത്യോപ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. എത്യോപ്യൻ തലസ്ഥാനമായ ആഡിസ് അബാബയിൽ നിന്ന് 62 കിലോമീറ്റർ അകലെ ബിഷോഫ്ടു പട്ടണത്തിലാണ് ഇന്നലെ വിമാനം തകർന്നു വീണത്. 149 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാന സർവീസാണ് എത്യോപ്യൻ എയർലൈൻസ്. ഇതിനു മുമ്പ് 2010-ലും എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാനം തകർന്ന് 90 പേർ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.